Good afternoon. Good afternoon. Good afternoon. Okay. Good afternoon, ma'am. Good afternoon, ma'am. Okay. ആദ്യമായിട്ടായിരിക്കുമല്ലോ എന്നെ കാണുന്നത്. Yes, ma'am. ഓക്കെ. നിങ്ങളുടെ ജേണിയിൽ കുറച്ച് മാസം കൂടെ ഉള്ളൂ, 2 or 3 months ഉള്ളൂ. ആ ഒരു ജേണിയിൽ നിങ്ങളുടെ പാർട്ടായിട്ട് ഞാൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ. നമ്മുടെ പേരെന്തോ മാം? എന്റെ പേര് അപർണ എന്നാണ്. ഓക്കെ. ഞാൻ എടുക്കുന്ന ടോപ്പിക് നമ്മള് പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇല്ലേ, ആ ഭാഗത്തു നിന്നാണ് കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ എടുക്കുന്നത്. ഓക്കെ. അപ്പോ ഇനി ആതിര മിസ്സിന് വീക്ക്ലി 2 ക്ലാസ് ആണല്ലോ ഉള്ളത്. അതിലൊരു ക്ലാസ് ഞാനും ഒരു ക്ലാസ് ആതിര മിസ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ട്യൂസ്ഡേ മുതൽ ഈ ഒരു ടൈമിൽ എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ഓക്കെ. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എല്ലാവർക്കും? ഓക്കെ. ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഫസ്റ്റ്. ഓക്കെ. പേര്? എന്റെ പേര് ജോഫി. കൊല്ലം ചവറയിലാണ് എന്റെ വീട്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്തായിരുന്നു. അത് റിസൈൻ ചെയ്തപ്പോ മോണ്ടിസോറി ക്ലാസ് അറ്റൻഡ് ചെയ്തു. പിന്നെ ഒരു സൈക്കോളജി ക്ലാസ്സിലുണ്ട്, സൈക്കോളജിസ്റ്റ് ആയിട്ട്. ഒരു മോനുണ്ട്. ഹസ്ബൻഡ് ഗൾഫിലാണ്. ഓക്കെ. നെക്സ്റ്റ് ആരാണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ പേര് പറ സംഗീത. എന്റെ പേര് സംഗീത. ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിലാണ്. ഞാൻ ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് ഗോൾഡ് സ്മിത്ത് ആണ്. എനിക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. ഇപ്പൊ ഈ ക്ലാസ് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ ചേർന്നേക്കാണ്. താങ്ക് യു. മേരി പേര്? മേരി ദൃശ്യ. ഓക്കെ. എന്റെ പേര് മേരി ദൃശ്യ. ഞാനിവിടെ എറണാകുളത്ത് മരട്ടിലാണ് താമസിക്കുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞതാണ്. 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് ഇവിടെ ഒരു ലോജിസ്റ്റിക്സിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ജോബൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം. ഡിഗ്രി കഴിഞ്ഞ് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ കുട്ടികളായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സ്റ്റോപ്പ് ചെയ്തു. പറയുന്നേ? ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഓക്കെ. ഒരു പേരെന്താ? ഗുഡ് ആഫ്റ്റർനൂൺ. ആദ്യമായിട്ട് കാണുന്നോണ്ടാ എന്നോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. നമുക്ക് പതിയെ പരിചയപ്പെടാൻ അവരെ. ഓക്കെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? കേൾക്കാം. ഓക്കെ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ നല്ല കുട്ടികളാണെന്നാ അതിനാ മിസ് പറഞ്ഞത്. നല്ല കുട്ടികളാണ്, നല്ല കോപ്പറേഷൻ ഒക്കെ ഉള്ള കുട്ടികളാണെന്നാ ഞാൻ അറിഞ്ഞത്. ഓക്കെ. ഞാൻ എടുക്കുന്നത് മോണ്ടിസോറി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങള് മോണ്ടിസോറി ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോ നിങ്ങൾ കൂടുതലും സെർച്ച് ചെയ്തൊരു പേരായിരിക്കും അല്ലെ? സെർച്ച് ചെയ്ത് ആരെ കുറിച്ചായിരിക്കും? മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ സമയത്ത് നമ്മൾ ആദ്യം തന്നെ സെർച്ച് ചെയ്തിരിക്കുന്ന ഒരു പേര് അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്തപ്പോ നമ്മൾ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരിക്കും കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവുക. എല്ലാവരും ചെയ്ത് നോക്കിയില്ലേ എന്താണ് മോണ്ടിസോറി, എന്താണ് മോണ്ടിസോറി കോഴ്സ് എന്നുള്ളത് സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയിട്ടല്ലേ നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്? അതെ 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 മാം. അതെ. അപ്പൊ നമ്മള് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണോ മോണ്ടിസോറി എന്നുള്ളത്? ആയിരുന്നോ? ആദ്യമായിട്ടല്ല, കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ.
നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, മോണ്ടിസോറിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെയാണെന്ന് മനസ്സിലായത്? മോണ്ടിസോറിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയില്ലേ? കുറെ കാലമായി, ഒരു 3-5 മാസമായിട്ടുണ്ടാവും. എന്നാലും മോണ്ടിസോറി എന്ന് പറയുമ്പോ എന്തായിരുന്നു ആദ്യം നിങ്ങൾ അറിഞ്ഞത്? അറിഞ്ഞോടാ? ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആണെന്ന് അറിഞ്ഞോ? ഒരു ഡോക്ടർ ആയിരുന്നു എന്ന് അറിഞ്ഞോ? ഓക്കെ. പിന്നീട് ഒരു എഡ്യൂക്കേറ്റർ ആയിട്ട് മാറിയ ഒരു വ്യക്തിയാണ് മോണ്ടിസോറി എന്ന് മനസ്സിലാക്കി കാണും അല്ലെ? ഓക്കെ. അപ്പോ മോണ്ടിസോറി എന്താണ്, അതേപോലെ തന്നെ മരിയ മോണ്ടിസോറി. മോണ്ടിസോറി എന്ന് കേൾക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം മുതൽ നമ്മൾ അറിയുന്ന ഒരു പേരാണ് മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജിഷ മിസ് എപ്പോഴും പറയുന്ന ഒരു പേരാണ് മരിയ മോണ്ടിസോറി അല്ലെ? ജിഷ മിസ് പറഞ്ഞോടാ. ഷെഡ്യൂൾ 1-നകത്ത് പാർട്ട് 3-ലാണോ എടുക്കുന്നത്? അതെ, ഞാൻ മൊഡ്യൂള് 1-ല് പാർട്ട് 3-ല് യൂണിറ്റ് 1 ആണ് എടുക്കുന്നത്. ഓക്കെ. അപ്പോ നമ്മള് മോണ്ടിസോറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? ജിഷ മിസ് പറഞ്ഞിട്ടുണ്ടോ മോണ്ടിസോറിനെ കുറിച്ച്? ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആരൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എന്തായാലും ജിഷ മിസ് പറഞ്ഞിട്ടുണ്ടാവും ആരാണ് മോണ്ടിസോറി, എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അല്ലെ? ശരിക്കും മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഇറ്റാലിയൻ ലേഡി ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ ആയിരുന്നു. ആ മോണ്ടിസോറിയുടെ കാലഘട്ടത്തില് ഒരു ഡോക്ടർ ആവുക എന്ന് പറയുന്നത്, അതും ഒരു ലേഡി ഡോക്ടർ ആവുക എന്ന് പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ആ കടന്നു വന്ന സാഹചര്യങ്ങൾ, അന്ന് മോണ്ടിസോറി മാത്രമായിരുന്നു അവിടെ ഒരു ലേഡി സ്റ്റുഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഫേസ് ചെയ്തിട്ട് തന്നെയാണ് മോണ്ടിസോറി ആ ഒരു ഡോക്ടറായിട്ട് മാറിയത്. അതിനുശേഷം മോണ്ടിസോറി ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്തു. വർക്ക് ചെയ്ത കാലഘട്ടത്തില് മോണ്ടിസോറി കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. മിസ് ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. മിസ്സിന്റെ നെറ്റ് പോയിന്നാ തോന്നുന്നത്. എല്ലാവർക്കും ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടത്തെ കുഴപ്പമായിരിക്കും. ഞാനും വിചാരിച്ചു. എടാ നമ്മൾ കട്ട് ചെയ്തിട്ട് കേറണോ? ഞാൻ കട്ട് ചെയ്തിട്ടാ കേറിയത്, എനിക്കും പറ്റിയില്ല. എന്താ പറ്റിയ? ഞാനിപ്പോ കേറിയിട്ടുള്ളൂ. മിസ്സിന്റെ നെറ്റ്വർക്ക് എന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു, കട്ടായി പോയി. അത് നമുക്ക് വന്നോളൂരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതല്ല പറഞ്ഞ മിസ്. അപർണ മിസ് തന്നെ ആയിരിക്കും. ഞാൻ കുറച്ച് നേരത്തെ കേറിയുള്ളൂ ഇന്നലെ. പക്ഷെ അശ്വതി മിസ് പറഞ്ഞല്ലോ ഈ ആഴ്ച വരുമെന്ന് പറഞ്ഞല്ലോ. മൊഡ്യൂള് 1-ല് കേട്ടില്ല, അതാ ഞാൻ ചോദിച്ചു. മൊഡ്യൂള് 1-ലെ പാർട്ട് 3 യൂണിറ്റ് 1 എടുക്കുന്നത്. എടാ അപ്പൊ പ്രയർ ഒക്കെ ആരെങ്കിലും ചെയ്തായിരുന്നോ? ഞാൻ നേരം വൈകി കേറിപ്പോ. പ്രയർ ഒന്നും ചെല്ലില്ല. സെൽഫ് ഇൻട്രൊഡക്ഷൻ 2-3 പേരെ ചോദിച്ചു, ഉള്ളവരുടെ അടുത്ത് പിന്നെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് എഴുതാം മരിയ മോണ്ടിസോറിയെ പറ്റി. ഓക്കെ, കേട്ടോ. അതുകൊണ്ടാണ് ക്ലാസ്
സ്ലോ ആയത് കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? ഓക്കെ മാം. ആ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പ്രയർ സോറി, ഞാൻ പെട്ടെന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോണ്ട് പ്രയർ ഒന്നും പറയാൻ നിങ്ങൾ അലോ ചെയ്തില്ല അല്ലെ? ഓക്കെ, പ്രയർ പറഞ്ഞോ കേട്ടോ. പ്രിപ്പയർഡ് ആയിരുന്നോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? യെസ് മിസ്, കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ. പ്രയർ പ്രയർ ആരെങ്കിലും പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ പറഞ്ഞോ കേട്ടോ. നിങ്ങൾ പ്രയറും സൈനിനും തോട്ട് ഓഫ് ദ ഡേ ഒക്കെ പറയാറുണ്ടോ? മാം പറയാറുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ പറഞ്ഞോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആരും ഇല്ലാതെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആരെ കുറിച്ചായിരുന്നു? മരിയ മോണ്ടിസോറി. ഓക്കെ. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ടാണ് കേട്ടോ ക്ലാസ്. നമ്മള് പറഞ്ഞത് മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടാണ്. മരിയ മോണ്ടിസോറി ബേസിക്കലി ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആണ്. പിന്നീടാണ് മരിയ മോണ്ടിസോറി ഏത് മേഖലയിലേക്ക് വന്നത്? എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വന്നത്. ഓക്കെ. അപ്പോ മോണ്ടിസോറി ഞാൻ പറഞ്ഞു ആദ്യത്തെ ഇറ്റാലിയൻ ലേഡി ഡോക്ടർ ആണെന്ന് പറഞ്ഞു. ആ സമയം, ആ കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാത്തൊരു കാലഘട്ടമാണ്. ആ ഒരു ടൈമിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ആദ്യം മോണ്ടിസോറി മാത്രമായിരുന്നു ഒരു ലേഡി സ്റ്റുഡന്റ് എന്ന് പറയാനായിട്ട്. അപ്പൊ ആ സമയത്ത് ഒരുപാട് എന്താ പറയാ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് തന്നെയാണ് ഫിസിഷ്യനായിട്ട് ആര് മാറിയത്? മോണ്ടിസോറി മാറിയത്. അത് കഴിഞ്ഞ് മോണ്ടിസോറി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ മോണ്ടിസോറി എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഒട്ടും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം അവർക്ക് ഒട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മോണ്ടിസോറി എന്ത് തീരുമാനിച്ചു? അവർക്ക് സെൻസറി ആക്ടിവിറ്റീസിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. സെൻസറി മെറ്റീരിയൽസും കാര്യങ്ങളും സ്വയമേ പ്രിപ്പയർ ചെയ്ത് മോണ്ടിസോറി എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തു. അങ്ങനെ ഈ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തപ്പോൾ ഈ കുട്ടികളിൽ ഒത്തിരി മാറ്റം മോണ്ടിസോറിക്ക് ഒബ്സർവ് ചെയ്തു. ഒത്തിരി ചേഞ്ചസ് മോണ്ടിസോറിക്ക് വന്നതായിട്ട് മനസ്സിലായി. അപ്പൊ ഈ ഒരു മാറ്റം, ഇത് മനസ്സിന് വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കാണ് ഈ ചേഞ്ച് എങ്കിൽ സാധാരണ നോർമൽ കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഈ ഒരു മെറ്റീരിയൽസ് കാര്യങ്ങളിലൂടെ വരുന്നത് എന്ന് മോണ്ടിസോറി എന്ത് ചെയ്തു? ഒബ്സർവ് ചെയ്തു. ആദ്യം സെൻസറി മെറ്റീരിയൽസ് മാത്രമായിരുന്നു മോണ്ടിസോറിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. സോ ആ ഒരു ടൈമിലാണ് ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ അവിടെ ഒരു ഉച്ചേരി പ്രദേശത്ത് കുറച്ച് കുട്ടികൾ എന്നുവെച്ചാൽ ഇപ്പൊ വർക്കിന് പോകുന്ന പാരന്റ്സിന്റെ കുട്ടികൾ അവര് ഫുൾ ടൈമും വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നതായിട്ട് മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ മോണ്ടിസോറിക്ക് ഈ ഒരു മെത്തേഡിലേക്ക് എന്താ പറയാ വേൾഡിന്റെ തന്നെ അറ്റൻഷൻ കിട്ടും എന്ന് പ്രതീക്ഷിച്ചല്ലായിരുന്നു മോണ്ടിസോറി ഈ ഒരു മെത്തേഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ മോണ്ടിസോറി ഈ ഞാൻ പറഞ്ഞ സ്ട്രീറ്റ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. സ്കൂളിന്റെ പേര് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസാദി ബാബിനി എന്നായിരുന്നു. എന്താണ് കാസാദി ബാബിനി? കാസാദി ബാബിനി കേട്ടോ. ഓക്കെ, അതിന്റെ മീനിങ് ജസ്റ്റ് ഇപ്പൊ ഞാൻ പറയണൊക്കെ കേട്ടിരുന്നാ മതി. നമ്മളെ പോർഷൻസ് ഒക്കെ ഒന്നും കൂടി കവർ ചെയ്യും, ടെസ്റ്റിലുള്ള രീതിയിൽ കവർ ചെയ്യും. കാസാദി ബാബിനിയുടെ മീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസ് ഹൗസ് എന്നായിരുന്നു. കുട്ടികളുടെ വീട്. എന്തായിരുന്നു പേര്? ചിൽഡ്രൻസ് കുട്ടികളുടെ വീട്.
അത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു. ചിൽഡ്രൻസ് ഹൗസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്കൂള് സ്ട്രീറ്റിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ വേൾഡ് വാർ 1 ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ സംഭവിക്കുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ 1914 to 1980 വരെ ആണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ 1939 to 45. ആ ഒരു കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ യുദ്ധവും വാറും ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിന്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ അതിന്റെ സൈഡ് എഫക്ട് ആരെയാണ് അഫക്ട് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് അത് അഫക്ട് ചെയ്യുന്ന ആരെയാണ് അറിയോ? നമ്മളിപ്പോ യുദ്ധം വരേണ്ടി കുട്ടികളെയും സ്ത്രീകളെയുമാണ് കൂടുതലായിട്ട് അത് എന്ത് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്നത്. ഇപ്പോ നമ്മള് കുറച്ചു നാൾക്ക് മുമ്പ് ഒരു യുദ്ധത്തിന്റെ കാര്യത്തില് നമ്മള് കേട്ടതാണ് ഇത്രയും കുഞ്ഞു മക്കള് നമുക്ക് അത്രയും വിഷമാവും. കാരണം ഒന്നും അറിയാത്ത അത്രയും കുഞ്ഞു മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു യുദ്ധം. ഇപ്പൊ വെടിനിർത്തലൊക്കെ ആയെങ്കിലും ആ ഒരു യുദ്ധം ഇപ്പൊ നടത്തിയതിന് കാരണം എന്താണ്, അത്രയും കുഞ്ഞുമക്കളുടെ ജീവൻ കൊല്ലിന് പോയിട്ടുണ്ട്. ഒരുപാട് പേര് ഡിസബിലിറ്റീസ് സംഭവിച്ചു. അപ്പൊ ഒന്നും അറിയാത്തവരാണ് ഈ യുദ്ധത്തിനെ കുറിച്ചിട്ടോ ഒന്നിനെ കുറിച്ചിട്ടോ ഒന്നും അറിയാത്ത കുഞ്ഞുമക്കള് നമ്മളെല്ലാവരെ പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ തുല്യമായിട്ട് അവകാശമുള്ള കുട്ടികളാണ്. അവരുടെ ജീവനാണ് ആ ഒരു യുദ്ധക്കളത്തിൽ അല്ലെങ്കിൽ ആ യുദ്ധം നടന്നത് കൊണ്ട് പൊലിഞ്ഞു പോയത് അല്ലെ? എല്ലാവർക്കും വളരെ സങ്കടമായ ഒരു കാര്യമാണ്. ഇത്ര നമ്പർ പറയുമ്പോൾ എന്താ പറയാ, കറക്റ്റ് ആയിട്ടുള്ള നമ്പർ അല്ല, ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചു, ആക്ച്വൽ അതിനൊരു കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധങ്ങളും അതേപോലെ തന്നെ വാറും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരിക്കലും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നടത്തുന്നത്. എന്താ പറയാ, ഓരോരുത്തരുടെ പവറും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവര് സ്വയമേ ഇത്രയും ബലമുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഇത്രയും ശക്തി ആയിട്ടുള്ള രാജ്യങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധത്തിലേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മോണ്ടിസോറി ഈ 2 വേൾഡ് വാറും കണ്ടു. വേൾഡ് വാറിൽ മനസ്സിലായ കാര്യം എന്ന് വെച്ചാല് ഈ യുദ്ധങ്ങൾ കൊണ്ട് ഒന്നും ആരും നേടിയെടുക്കുന്നില്ല അല്ലെ? യുദ്ധം കാരണം ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്നതല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞുമക്കളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ലാഭം? ഇല്ലാലോ. ശരിക്കും പറഞ്ഞാല് ഒരു വ്യക്തി സെൽഫ് ആക്ച്വലൈസേഷൻ നെ കുറിച്ച് പഠിച്ചിട്ടില്ലേ നീഡ്സില്? അതിനനുസരിച്ച് എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തത് കാരണമാണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങള്, ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അധികാരം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവർ ഭയങ്കരമായിട്ട് എന്താവുന്നത്, ഭയങ്കരമായിട്ട് ആ ഒരു നേടിയെടുക്കണം എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നത്. സോ മോണ്ടിസോറിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി, ഇനി നമ്മളുടെ വേൾഡ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യുദ്ധങ്ങളല്ല വേണ്ടത്, പകരം എന്ത് വേണം? പീസ് ആൻഡ് ഹാർമണി, സമാധാനവും ഐക്യവുമാണ് വേണ്ടത് എന്ന് മനസ്സിലായി. അപ്പം ഒരു മുതിർന്ന വ്യക്തിനെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ നല്ല പീസ് സമാധാനത്തോടെ പോകണം, നല്ല ഹാർമണിയോട് കൂടെ പോകണം. മുതിർന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എത്രയോ നല്ലതാണെന്ന് അറിയാമോ? ചെറുപ്പത്തേ മുതൽ നമ്മൾ അവരെ ശീലിപ്പിക്കുന്നത്, കുഞ്ഞായിരിക്കുന്ന മുതൽ അവരെ പീസ്, ഹാർമണി, ഷെയറിംഗ് ഹാബിറ്റ്, ഫ്യൂച്ചർ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്പരം മോണ്ടിസോറി എൻവയോൺമെന്റിന് അകത്തായാൽ പോലും അത് അവർ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ കുട്ടികളിൽ നോർമലി മാറ്റങ്ങൾ വരും. അപ്പൊ നമുക്ക് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അഡൽട്സിനെ എന്ത് ചെയ്യാൻ പറ്റും, വാർത്തെടുക്കാൻ പറ്റും എന്നാണ് മോണ്ടിസോറി റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡിന്റെ, നമ്മളിപ്പോ മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കല്ലേ എന്ന് വിചാരിക്കും. നമ്മൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വാളിറ്റീസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. മോണ്ടിസോറി ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. കാസാദി ബാർലി എന്ന് പറയുന്ന സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവിടുത്തെ കുട്ടികളിൽ മോണ്ടിസോറി ഒബ്സർവ് ചെയ്യുന്നതിലൂടെ ആ കുട്ടികളിൽ നടത്തിയ ഒബ്സർവേഷനിലും ഡിസ്കവറിയിലൂടെയും ഒരുപാട് കാര്യങ്ങൾ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. അതിൽ ഫസ്റ്റ് വരുന്നത് മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. നമ്മുടെ കുട്ടികൾക്ക് വർക്ക് ചെയ്യുന്നതിലൂടെ അവർ മെറ്റീരിയൽസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഈ കുട്ടികളിൽ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് മോണ്ടിസോറി മനസ്സിലായി. അപ്പം എന്താ പറയുക, മെന്റൽ കോൺസെൻട്രേഷൻ വരുന്നതായിട്ട്
മോണ്ടിസോറിക്ക് മനസ്സിലായി. ദെൻ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് വീട്ടിൽ വർക്ക് ചെയ്യാൻ അവർക്ക് ഒരു പ്രത്യേക ഇഷ്ടം, ലവ് ഓഫ് റിപ്പീറ്റേഷൻ. നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ഏതെങ്കിലും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ ടീച്ചേഴ്സ്? ചെയ്തിട്ടുണ്ടോ? ഇല്ല മാം. ഒന്നും ചെയ്തിട്ടില്ല. ഒന്നിന്റെ പേര് പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ട്, മറ്റേ റെക്കോർഡൊക്കെ ചെയ്യുന്ന വേണ്ടിയും പിന്നെ അസൈൻമെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ അതിനു വേണ്ടി പറഞ്ഞു. എനിക്ക് ഇഷ്ടമുള്ള ഒരു മോണ്ടിസോറി മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതാണ് പിങ്ക് കവർ. ഈ ഒരു മെറ്റീരിയലിന്റെ പേരാണ് പിങ്ക് കവർ. പിങ്കിന് കളറാണ്. ഇത് പറഞ്ഞിട്ടുണ്ട് മാം. പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഈ മെറ്റീരിയലിനെ കുറിച്ചിട്ട്. വലിയ പീസ് 10 സെന്റിമീറ്റർ ആണ്. പിന്നെ അങ്ങനെ കുറഞ്ഞ 1 സെന്റിമീറ്ററിന്റെ ട്യൂബ് വരെ അങ്ങനെ. ഇത് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പിങ്ക് കവർ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ പിങ്ക് കവർ നമ്മൾ വർക്ക് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഈ കാര്യം ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് കാണാറുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും കുട്ടികൾക്ക് കൊടുത്തു ഈ മെറ്റീരിയൽ ചെയ്തതിനു ശേഷം? കൊടുത്തില്ലേ? കൊടുത്തില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ചെയ്തു എന്നല്ലേ പറഞ്ഞത്? ചെയ്തതിനു ശേഷം കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിച്ചു നോക്കിയോ? ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്റെ ഫാദർ കാർപ്പന്റർ, അപ്പൊ ഫുഡിന്റെ ഉണ്ടാക്കാതെ തന്നെ ഇരിക്കുന്നുണ്ട്. വീട്ടിൽ പോകാനുള്ള ടൈം കിട്ടിയിട്ടില്ല, എന്നിട്ട് വേണം ഉണ്ടാക്കാന്. ഓക്കെ. ഞാനും ഫുഡിന്റെയാ ചെയ്തത്. കാരണം നമുക്ക് ഷാർട്ടിന് ചെയ്യുമ്പോ അത് എന്താ കേടുപെടാൻ പെട്ടെന്ന് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴും കുട്ടികൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങൾ പോകുമ്പോഴായാലും കുട്ടികളൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളവർ മാത്രം ഫുഡിന്റെ ചെയ്യാം. അല്ലെങ്കിൽ കാർഡ്ബോർഡിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഈ പിങ്ക് കവർ എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ്. ബേസിക്കലി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ് ഏത് പിങ്ക് കവർ എന്ന് പറയുന്നത്. 10 വുഡൻ ക്യൂബ്സ് ആണ്. പിങ്കിൻ കളറാണ്. മേ ബി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കളർ പിങ്ക് ആണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഈ ഒരു മെറ്റീരിയലോട് പ്രത്യേക ഇഷ്ടം. അപ്പോ പിങ്കിൻ കളറാണ്. കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും അല്ലെ. 1 മുതൽ 10 വരെയാണ് ക്യൂബ്സ് വരുന്നത്. ക്യൂബ് ഷേപ്പ് പഠിപ്പിക്കാൻ പറ്റും. കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലൊരു സിമ്പിൾ ആയിട്ടൊരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുക എന്നല്ല. ഈ ഒരു മെറ്റീരിയലിലൂടെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ്, ആ വലിയ ക്യൂബ് കയ്യിൽ വെച്ചിട്ട് ബിഗ് ആൻഡ് സ്മോൾ അങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഫൈൻ മോട്ടോർ സ്കിൽസ്, ഓക്കെ, നമുക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ, ആർക്കിടെക്ചർ സ്കിൽസ്, കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് പിങ്ക് കവർ എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഫങ്ഷൻസും ഫീച്ചേഴ്സും ഉണ്ട്. നിങ്ങൾ റെക്കോർഡ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ മെറ്റീരിയൽസ് ഇന്നതാണ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അതിന്റെ ഫങ്ഷൻസ് എഴുതുന്നുണ്ട് ഇല്ലേ? അത് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. അപ്പൊ നമുക്കിപ്പോ റീഡ് ചെയ്തിട്ടൊക്കെ തന്നെ എഴുതാൻ നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത് ആദ്യം ആരിലായിരുന്നു? ഞാൻ പറഞ്ഞ പോലെ സ്ട്രീറ്റിൽ നിന്നുള്ള കുറച്ച് കുട്ടികളെ ആണ് മോണ്ടിസോറിക്ക് ആദ്യം ട്രെയിൻ ചെയ്യാനായിട്ട് കിട്ടിയത്. ആ കുട്ടികളിൽ വന്ന മാറ്റത്തിലൂടെയാണ്, അല്ലെങ്കിൽ ആ കുട്ടികളിൽ ഒരുപാട് ഡിസ്കവറീസ് മോണ്ടിസോറിക്ക് മനസ്സിലായി. ആ ഡിസ്കവറീസ് ആണ് മോണ്ടിസോറിനെ കുറച്ചും കൂടി ഫേമസ് ആക്കിയത്. ഓക്കെ, നമുക്ക് നോക്കാം മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്താണ്, മോണ്ടിസോറി മെത്തേഡ് എന്താണ് എന്നുള്ളത്. യൂണിറ്റ് 1 മൊഡ്യൂള് 1 പാർട്ട് 3 യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി ആണ് ചാപ്റ്ററിന്റെ പേര്. ഡോക്ടർ മരിയ മോണ്ടിസോറി. നമ്മള് ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ദ ഫൗണ്ടർ ഓഫ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ. മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ ആണ് ആര്? ഡോക്ടർ മരിയ മോണ്ടിസോറി. വാസ് ആൻ ഇറ്റാലിയൻ ഫിസിഷ്യൻ. ആരായിരുന്നു? ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്നു, ഒരു ഡോക്ടർ ആയിരുന്നു. ആൻഡ് എഡ്യൂക്കേറ്റർ, ഒരു എഡ്യൂക്കേറ്റർ കൂടി ആയിരുന്നു. 1870 1952 കാലഘട്ടത്തില് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്?
മോണ്ടിസോറി. ആ കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 2 വേൾഡ് വാറും കണ്ട ഒരു വ്യക്തി കൂടെ ആയിരുന്നു ആര്? മോണ്ടിസോറി പറയുന്നത്. ഡോക്ടർ മോണ്ടിസോറി involved her educational philosophy as the result of her observation on how children naturally learn. അപ്പൊ ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഫിലോസഫി ഡെവലപ്പ് ചെയ്തെടുത്തത് എങ്ങനെയാണ് കുട്ടികള് നാച്ചുറലി ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. ഓട്ടോ എഡ്യൂക്കേഷൻ കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേർഡല്ലേ ഓട്ടോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളും കുട്ടികൾ എങ്ങനെ സ്വയമേ ലേൺ ചെയ്യുന്നു, എങ്ങനെ അവർ സ്വയമേ വർക്ക് ചെയ്യുന്നു എന്നതാണ് ഈ മോണ്ടിസോറി ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ആ കാര്യങ്ങള് ആ ഒരു ഡിസ്കവറിയിൽ ഫസ്റ്റ് വന്നതാണ് ഓട്ടോ എഡ്യൂക്കേഷൻ. കുട്ടികൾ സ്വയമേ ലേൺ ചെയ്യുന്നു. സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്, കുട്ടികൾ തന്നെ അവരുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവർ ഈ ഒരു എൻവയോൺമെന്റ് മോണ്ടിസോറി എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ അവർ നാച്ചുറലി ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. In spirit of economic progress and technological advancement. ഇനി പറയുന്നത് വേൾഡ് വാറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ എക്കണോമിക് പ്രോഗ്രസ്, സാമ്പത്തികമായിട്ടുള്ള പ്രോഗ്രസും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും നടന്ന കാലഘട്ടങ്ങളാണിത്. ആ ടൈമില് ഡോക്ടർ മോണ്ടിസോറി സോ ദാറ്റ് ഹ്യൂമൻ ഡിസ്പ്യൂട്ട് ആൻഡ് സഫറിങ് ഇൻസ്റ്റെഡ് ഓഫ് പീസ് ആൻഡ് ഹാർമണി. ഈ നല്ല എക്കണോമിക് പ്രോഗ്രസും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ വന്ന സമയത്ത് അവിടെ ഹ്യൂമൻ ഡിസ്പ്യൂട്ടുകളാണ് കൂടുതലായിട്ട് മോണ്ടിസോറി കണ്ടത്. ഒരുപാട് വ്യക്തികള് അതിനെ സഫർ ചെയ്യുന്നത് മോണ്ടിസോറിക്ക് മനസ്സിലായി. ശരിക്കും പീസും ഹാർമണിക്കും പകരം അവിടെ മോഡേൺ വേൾഡില് കൂടുതലായിട്ട് കണ്ടത് എന്താണ്? ഹ്യൂമൻ ഡിസ്പ്യൂട്ട്സും സഫറിങ്സും. മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരത്തിലുള്ള വ്യക്തികളുണ്ടല്ലോ, അധികാരം കയ്യിലുള്ള വ്യക്തികളുടെ എന്താ പറയാ നീചമായിട്ടുള്ള ഓരോ ആഗ്രഹങ്ങള് അതിന് വേണ്ടിയിട്ട് ബലിയാടാക്കായിരുന്നു ആര്? പാവജനങ്ങളും അതേപോലെ തന്നെ സോൾജിയേഴ്സ് ആയാലും അവരും. അപ്പൊ ഹ്യൂമൻ ഡിസ്പ്യൂട്ടും ഹാർമണിയും ആണ് ഹ്യൂമൻ ഡിസ്പ്യൂട്ടിന് പകരം നല്ല ഐക്യവും പീസും ആണ് നമ്മുടെ വേൾഡിന്റെ സമാധാനത്തിന് വേണ്ടത് എന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. ഷീ ബിലീവ്ഡ് ദാറ്റ് the two world war which she lived through and assisting the social problems like cruelty, obsession and poverty. നമുക്കറിയാം വേൾഡ് വാർ രണ്ടും നല്ലതൊന്നും മനുഷ്യർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടില്ല. മെയിൻ ആയിട്ട് സോഷ്യൽ പ്രോബ്ലംസ് ആണ്. മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവർട്ടി, അതേപോലെ തന്നെ അടിച്ചമർത്തല്, ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്തത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. മെയിൻ ആയിട്ട് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വാറിലേക്കൊക്കെ വ്യക്തികൾ വരുന്നത്? had their root in the lack of self-fulfillment of man. ഒരു വ്യക്തിക്ക് അവരുടെ സെൽഫ് ഫുൾഫിൽമെന്റ്, നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടല്ലോ, ആ ഒരു നീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഭാഗത്തേക്കൊക്കെ മനുഷ്യര് പോകുന്നത് എന്ന് ആര് മനസ്സിലാക്കി? മോണ്ടിസോറി മനസ്സിലാക്കി. നമുക്ക് യങ് ആയിട്ടുള്ള ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധി ഉണ്ട് അല്ലെ? മുതിർന്നവരോട് നമ്മൾ പറയില്ലേ, ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയില്ലേ, ഒരു പഴച്ചൊല്ലുണ്ടല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ ശീലിക്കുന്ന കാര്യം നമ്മൾ ജീവിതകാലം മുഴുവനും കണ്ടിന്യൂ ചെയ്യും. അപ്പൊ മുതിർന്നവരോട് കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോ നമുക്കറിയാം, ഈ ഒരു വ്യക്തി ഒരു അഡൾട്ട് ആയിട്ട് മാറുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് ഒരു നല്ലൊരു ചൈൽഡ്ഹുഡ് ഉണ്ട്. ഈ ചൈൽഡ്ഹുഡിൽ അവന് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ എൻവയോൺമെന്റ്, അവരുടെ സറൗണ്ടിങ്സ്, അവർ ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്യുന്നത് ആ കുട്ടിയുടെ ലൈഫ് ലോങ്ങിൽ അതിന്റെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഒരു യങ്ങായിട്ടുള്ള വ്യക്തിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലും നല്ലത് പുതിയ ഒരു തലമുറയുടെ വാർത്തെടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? വേൾഡ് പീസ് ആൻഡ് ഹാർമണിക്ക് വേണ്ടിയിട്ട് എന്ന് മോണ്ടിസോറി ഡിസൈഡ് ചെയ്ത ഒരു ടൈമായിരുന്നു അത്. Through educating young, she recommended that a new generation of fulfilled and well-balanced adults would arise to lead the world towards peace. ഒരു മുതിർന്ന വ്യക്തിയെ അല്ലെങ്കിൽ അഡൽട്ടിനെ നമ്മള് ട്രെയിൻ ചെയ്യിക്കുന്നതിലും എത്രയോ നല്ലതാണ് അത് ചെറുപ്പം മുതലേ, അവർ ചൈൽഡ് ആയിരിക്കുന്ന സമയം മുതലേ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള കെയർ കാര്യങ്ങൾ കൊടുത്ത് അവര് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അഡൾട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്?
വേൾഡ് പീസ് ആൻഡ് ഹാർമണിക്ക് വേണ്ടിയിട്ട്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട്. സോ ഞാൻ പറഞ്ഞത് ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ ആണ് ഡോക്ടർ മരിയ മോണ്ടിസോറി. ഡോക്ടർ മരിയ മോണ്ടിസോറി എഡ്യൂക്കേറ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഇറ്റാലിയൻ ഫിസിഷ്യൻ ആണ്. ഫസ്റ്റ് ഇറ്റാലിയൻ ലേഡി ഫിസിഷ്യൻ ആയിരുന്നു ആര്, മോണ്ടിസോറി എന്ന് പറയുന്നത്. മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് മോണ്ടിസോറി കുട്ടികളിൽ നടത്തിയ ഒബ്സർവേഷനിലൂടെയാണ്. കുട്ടികളിലെ നാച്ചുറൽ ലേണിംഗ്, അതേപോലെ തന്നെ ഓട്ടോ എഡ്യൂക്കേഷനിലൂടെയാണ് മോണ്ടിസോറിക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലായത്. മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 2 വേൾഡ് വാർ സംഭവിച്ച കാലഘട്ടവും സെയിം ആണ്. കാരണം ഈ നമുക്കറിയാം ആ ഒരു ടൈമിൽ എക്കണോമിക് പ്രോഗ്രസും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ നടന്നു. ആ ഒരു സമയത്ത് ഹ്യൂമൻ ഡിസ്പ്യൂട്ടും സഫറിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. അപ്പൊ ഈ മോഡേൺ വേൾഡിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ സഫറിങ്സ് ഒന്നും അല്ല വേണ്ടത്. പിന്നെ എന്താണ് വേണ്ടത്? പീസ് ആൻഡ് ഹാർമണിയാണ് വേണ്ടത്. നമ്മൾ 2 വേൾഡ് വാർ നോക്കുകയാണെങ്കിലും അതിന്റെ ഒരുപാട് സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കൂടുതലും അതിന്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾ, കുട്ടികളാണ്. മെയിൻലി കുട്ടികളാണ്, ഒന്നും അറിയാത്ത കുഞ്ഞുമക്കളാണ്. സോ മോണ്ടിസോറിക്ക് മനസ്സിലായി ഈ ഒരു എന്താ പറയാ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള് ലാക്ക് ഓഫ് സെൽഫ് ഫുൾഫിൽമെന്റ് ഓഫ് മാൻ. ഒരു മനുഷ്യന്റെ സെൽഫ് ഫുൾഫിൽമെന്റ് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തത് കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് മനുഷ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ, കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ എന്നായിരിക്കുമ്പോൾ മുതൽ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അതിലൂടെ നമുക്കൊരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അഡൾട്ട്സിനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും എന്ന് മോണ്ടിസോറി ബിലീവ് ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് മോണ്ടിസോറി മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തത്. നമുക്കറിയാലോ, റൂട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ഒരു കുട്ടി ഒരു അഡൾട്ട് ആകുന്നതിന് മുമ്പ് അവന് ഒത്തിരി ഇയേഴ്സ് നമ്മൾ ടീച്ചേഴ്സിന്റെ അടുത്താണ് അല്ലെ. നമ്മള് ഓരോ ടീച്ചേഴ്സിന്റെ അടുത്തായിരിക്കും ഈ കുഞ്ഞുമക്കള്. അപ്പൊ അവർക്ക് ആ ഒരു ടൈം മുതൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഈ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല കുട്ടികളായിട്ട് വാർത്തെടുക്കാനായിട്ട് പറ്റും. ആ പാരഗ്രാഫ് ഒന്ന് വായിക്കോ ആരെങ്കിലും? ഓക്കെ, സുരമി അല്ലേ? ഓക്കെ. Dr. Maria Montessori. Dr. Maria Montessori, the founder of the Montessori method of education, was an Italian physician and educator, 1870 to 1952. Dr. Montessori evolved her educational philosophy as a result of her observation on how children naturally learn. In spite of economic progress and technological advancement in the world, Dr. Montessori saw that human disputes and sufferings instead of peace and harmony continuously plague the modern world. She believed that the 2 world wars which she had lived through the existing social problems like cruelty, oppression and poverty had their roots in the lack of self-fulfillment of man. Through educating young, she recommended that a new generation of fulfillment and well-balanced adults would arise to lead the world towards peace. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? സ്പീഡൊക്കെ കൂടുതലാണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ ആദ്യമേ ഉള്ളതല്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ സ്പീഡ് കാര്യങ്ങളൊന്നും മനസ്സിലാവാൻ ക്യാച്ച് ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചു ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തന്നെ പോകുള്ളൂ കേട്ടോ. പിന്നെ എന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. ചില കുട്ടികൾ പറയാറുണ്ട് ടീച്ചർ ആദ്യമായിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു എന്നൊക്കെ. അങ്ങനെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. Then while she was working as a medical practitioner, Montessori മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന കാലഘട്ടത്തില് she had to manage some credible minded children.
മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് വന്നു. നിങ്ങൾ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നോ അശ്വിനി മിസ്? എടുത്തത് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിങ്ങൾ മാനസിക മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻസിനെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികള്. അപ്പോ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് നോർമൽ കുട്ടികളെ പോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക്, ശരിക്കും പറഞ്ഞാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഏത് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് ഈ മോണ്ടിസോറി മെത്തേഡ് ഈ കുട്ടികളിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടത്? അപ്പോ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ മോണ്ടിസോറി മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഷീ ഫൗണ്ട് ദാറ്റ് മെന്റൽ ബ്രേക്ക് ഡൗൺ ഈസ് കോസ്ഡ് ബൈ ദ ഡൾനെസ് ഓഫ് സെൻസ്. അപ്പൊ ഈ കുട്ടികളിൽ ഈ മെന്റൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിരിക്കുന്നത് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഡൾനെസ് ഓഫ് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ മോണ്ടിസോറി എന്ത് തീരുമാനിച്ചു? അവർക്ക് സെൻസറി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള സെൻസറി ആക്ടിവിറ്റീസിന് ട്രെയിനിങ് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഹെൻസ് ബൈ ട്രെയിനിങ് ദെയർ സെൻസ് they could be helped to learn better. മോണ്ടിസോറി വിചാരിച്ചു ഈ സെൻസറി ആക്ടിവിറ്റീസിൽ ഇവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ലേൺ ചെയ്യാൻ പറ്റും എന്ന് മോണ്ടിസോറി മനസ്സിലാക്കി. ലേറ്റർ ഷീ ഡിസൈൻ മെത്തേഡ് ഓഫ് സെൻസറി ട്രെയിനിങ് ഓഫ് നോർമൽ ചിൽഡ്രൻ ടു. അപ്പൊ ആദ്യം ഈ സെൻസറി മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി പ്രിപ്പയർ ചെയ്യുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ സെൻസറി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തത്. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ആദ്യം ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തത്. പിന്നീട് ഈ ഒരു ട്രെയിനിങ് നോർമൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തു. Thus she got into the field of education. അപ്പൊ നോർമൽ കുട്ടികൾക്ക് ഈ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് മോണ്ടിസോറി ഈ ഒരു ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക് വന്നത്. ആൻഡ് became a renowned educationalist by the organizing the special method. അങ്ങനെയാണ് മോണ്ടിസോറിയുടെ ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ ഒരു മെത്തേഡിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കാരണമാണ് നിങ്ങളും ഞാനും ഇവിടെ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത് തന്നെ. സോ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുട്ടികളിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള മെത്തേഡാണ്. സ്പെഷ്യൽ മെത്തേഡ് നോൺ ആഫ്റ്റർ ഹെയർ നെയിം. മോണ്ടിസോറിക്ക് ശേഷം ആ ഒരു മെത്തേഡ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ മോണ്ടിസോറിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഈ മെന്റൽ ബ്രേക്ക് ഡൗൺ എന്നതെന്ന് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തപ്പോൾ മോണ്ടിസോറിക്ക് മനസ്സിലായി അവർക്ക് ഡൾനെസ് ഓഫ് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതിനു വേണ്ടിയിട്ട് കുറച്ച് സെൻസറി മെറ്റീരിയൽസും കാര്യങ്ങളും മോണ്ടിസോറി എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. അതിനു വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തു. അങ്ങനെയാണ് ആ കുട്ടികളിൽ ഒത്തിരി മാറ്റം വരുന്നത് മോണ്ടിസോറിക്ക് ഒബ്സർവ് ചെയ്തു. ആ ഒരു അക്സെപ്റ്റൻസോട് കൂടിയാണ് ഈ ഒരു മെത്തേഡ് നോർമൽ ചിൽഡ്രൻസിൽ മോണ്ടിസോറി ഇംപ്ലിമെന്റ് ചെയ്തത്. ഒന്ന് റീഡ് ചെയ്യോ പാരഗ്രാഫ്? വായിക്കട്ടെ മാം. ഓക്കെ, റീഡ് ചെയ്തോട്ടോ. While she was working as a medical practitioner, she had to manage some feeble-minded children. She found that mental breakdown is caused by the dullness of the senses, and hence, by training their senses, they could be helped to learn better. Later, she designed methods for sensory training of normal children too. Thus, she got into the field of education and became a renowned educationalist by organizing the special method known after her name as the Montessori method. അപ്പോ മോണ്ടിസോറി എയിം ചെയ്തത് മോണ്ടിസോറി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മോണ്ടിസോറി വേൾഡ് തന്നെ. അപ്പൊ നമ്മൾ പറയുന്ന മോണ്ടിസോറി എൻവയോൺമെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട വർക്കും കാര്യങ്ങളും കൊടുക്കും, മെറ്റീരിയൽസ് ട്രെയിൻ ചെയ്യിക്കും. അതിലൂടെ അവരെ മോട്ടോർ ആൻഡ് സെൻസറി ആക്ഷൻസും കാര്യങ്ങളും കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഒക്കെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മെയിൻ ആയിട്ട്
കുട്ടികളിൽ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത്, മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നോർമൽ ചൈൽഡ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റുന്നത്. അപ്പൊ മോണ്ടിസോറി സെൻസറി മെറ്റീരിയൽസ് എല്ലാം പ്രിപ്പയർ ചെയ്യുകയും അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കും. എപ്പോഴും സൊസൈറ്റി ഫോക്കസ് ചെയ്യുന്നത് ഒരു മുതിർന്ന വ്യക്തിനെയാണ്, അല്ലെ? നമ്മള് ഒരു അഡൽട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു മുതിർന്ന വ്യക്തി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതാണ് ഇതാണ് എന്നുള്ളത് മുതിർന്ന വ്യക്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ് നോക്കുകയാണെങ്കിലും നമ്മളൊരു അത്യാവശ്യം ഒരു പൊസിഷനിലേക്ക് വന്നതിന് ശേഷമായിരിക്കും അവർ സക്സസും കാര്യങ്ങളും ഡിറ്റർമിൻ ചെയ്യുന്നത്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അഡൽട്ടിനെയാണ്. ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ എപ്പോഴും അതെ, സൊസൈറ്റി ഫോക്കസ് ഓൺ അഡൾട്ട്. ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറി ബിലീവ് ചെയ്തൊരു കാര്യമുണ്ട്, ഈ അഡൾട്ട് ആകുന്നതിന് മുമ്പ് ഈ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു കുട്ടിയായിരുന്ന സമയം മുതലൊരു ഇയേഴ്സ് നമ്മുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട് ഈ കുട്ടികൾ. സോ ഈ ഒരു കാലഘട്ടത്തില് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു പീരീഡില് നമ്മൾ കുട്ടികൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നതിലൂടെ അവർ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആയിട്ട് വാർത്തെടുക്കാനായിട്ട് പറ്റും. നമ്മളെ ഒരു സ്കൂളിനെ സംബന്ധിച്ച്, ഏതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് കുറെ കുട്ടികളെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ വാർത്തെടുക്കുക എന്ന് മാത്രമല്ല, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്, ഇല്ലേ? എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് അതുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് മോണ്ടിസോറി ശ്രമിച്ചത്. While society had often inclined to the focus on adult, എപ്പോഴും സൊസൈറ്റി ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, മുതിർന്ന വ്യക്തിയാണ് ഫോക്കസ് ചെയ്യുന്നത്. മോണ്ടിസോറി believed that adult come into form the child through the years of hard work. ഒരുപാട് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്കിലൂടെയാണ് ഈ ചൈൽഡ് ആരായിട്ട് മാറുന്നത്, അഡൽട്ട് ആയിട്ട് മാറുന്നത്. ഹാർഡ് വർക്ക്, പേഷ്യൻസ്, കെയർ, സ്റ്റഡി, പ്രാക്ടീസ്, സെന്റേർഡ് ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് ദ ചൈൽഡ് റൈറ്റ്സ്. കുട്ടികളുടേതായ റൈറ്റ്സ് കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യണം, ആ ഒരു വെൽഫെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. വുഡ് ബി ദ കീ പ്രോഗ്രസ് ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള പ്രോഗ്രസ് എന്ന് പറയുന്നത് കുട്ടികളിലൂടെ മാത്രമാണ്. നിങ്ങള് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ടാവും. എന്താണ്, നമ്മുടെ നേഷന്റെ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ് ആര്, കുട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടികളുടെ എവരി കാര്യങ്ങളിലും എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ എന്താ പറയാ ഒരു അമൂല്യമായിട്ടുള്ള സമ്പത്ത് തന്നെയാണ് നമ്മളുടെ കുട്ടികൾ. സോ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് അവരുടെ റൈറ്റ്സും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യണം, അവർക്ക് വേണ്ട വെൽഫെയർ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ അവർ നമുക്ക് നല്ലൊരു അഡൾട്ട് ആയിട്ട് വാർത്തെടുക്കാൻ പറ്റും. However, Montessori observed that education slightly was not good enough unless the parents and teacher had the right assumption about children. നമ്മുടെ എഡ്യൂക്കേഷൻ മാത്രം പോരാ, നമ്മൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്താൽ മാത്രം പോരാ. ഈ പാരന്റ്സിനും ടീച്ചേഴ്സിനും കുട്ടികളെ കുറിച്ചിട്ട് റൈറ്റ് ആയിട്ടുള്ള അസംഷൻസ് കാര്യങ്ങളും വേണം. ഞാൻ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് പാരന്റ്സിനെ കാണുമ്പോൾ അവർ പറയുന്നത് അവർക്കൊക്കെ ഓവർ എക്സ്പെക്ടേഷൻ ആയിരിക്കും, അല്ലെ? കുട്ടി ഇങ്ങനെ ആവണം, കുട്ടി അതേപോലെ അച്ചീവ് ചെയ്യണം, ഓവർ എക്സ്പെക്ടേഷൻ ആണ്. അത് ഓവറായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ എക്സ്പെക്ട് ചെയ്യണ്ട എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കുട്ടികളുടെ കഴിവ് നോക്കിയിട്ട് അവർക്ക് ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നമ്മളത് നോക്കിയാൽ മതി. കാരണം ഓവർ എക്സ്പെക്ടേഷൻ ശരിക്കും പറഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ചൊരു ബർഡൻ ആണ്. ഞാൻ കാര്യം പറയാം, ലാസ്റ്റ് ഒരു SSLC അല്ല, ഹയർ സെക്കൻഡറി എക്സാമിന് മുമ്പായിട്ട് എന്റെ വീടിന്റെ അടുത്ത് ഒരു ചെറിയ ഒരു ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സൂയിസൈഡ് നടന്നു. ഒരു കുട്ടി +2 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ളത്. ചോദിച്ചു, ഈ നേരിട്ട് മരിച്ചില്ല കുട്ടീനെ, പക്ഷെ എന്തുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ ചോദിച്ചു, അപ്പൊ പഠിക്കില്ലേ? കാരണം പിറ്റേ ദിവസം ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, അപ്പൊ അവർ പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചി, അവൻ നന്നായിട്ട് പഠിക്കും, അവൻ നന്നായിട്ട് പഠിക്കും. 10th ഫുൾ A+, +1 ഫുൾ A+, +2 അവരുടെ ഇംഗ്ലീഷ് എക്സാം പേടിയായിരുന്നു. ഇംഗ്ലീഷ് എക്സാമിനോട് ഭയങ്കര പേടിയായിരുന്നു. അപ്പോ അവരുടെ വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ടീച്ചർമാരുടെ എല്ലാവരുടെയും എന്താണ് ഒരു പ്രതീക്ഷയായിരുന്നു അവൻ എന്തിനാണാവോ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഇംഗ്ലീഷ് പേടിയായിരുന്നു, A+ കിട്ടുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അവരവരും പറയാം, അല്ലെങ്കിൽ അവര് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു ടീച്ചേഴ്സും പാരന്റ്സും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് A+ അല്ലെങ്കിൽ ഗ്രേഡ് കാര്യങ്ങളൊന്നും അല്ലല്ലോ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ വാർത്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ ഒരു സപ്പോർട്ട് പാരന്റ്സിന്റെ അടുത്തുനിന്നോ ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു A+ഓട് കൂടി തന്നെ നല്ല രീതിയിൽ ആ കുട്ടി വിജയിച്ചാല്. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് നടന്നതോടുകൂടി ആ കുട്ടി നമ്മുടെ ഇല്ലാതെ, കാരണം ഓവർ അസംഷൻസ് അല്ലെങ്കിൽ ഓവർ എക്സ്പെക്ടേഷൻ കാരണമാണ് ഇത് സംഭവിച്ചത്, അല്ലേ? അപ്പോ നമ്മുടെ പാരന്റ്സും ടീച്ചേഴ്സും നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ മനസ്സിലാക്കാം. നിങ്ങൾ ഇനി നാളെ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെയുള്ള കുട്ടികളെ എല്ലാവരെയും നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട, മുൻധാരണകളൊന്നും വേണ്ട. അവരുടെ കഴിവ് എന്താണ്, അവർ ആ കഴിവിലൂടെ വളർത്തി, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരുപാട് കമ്പൽ ചെയ്ത് പഠിപ്പിക്കാൻ ഒന്നും തരാം. അവരവരുടേതായ രീതിയിൽ അവർ ഡെവലപ്പ് ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ വിടണം. ചില നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ പാടില്ല. അവർ ഫുൾ ആയിരിക്കും, ഫുൾ A+ ആയിരിക്കും, അതേപോലെ എക്സ്പെക്ടേഷൻ കാര്യങ്ങളും ഒന്നും വേണ്ട. കാരണം നമ്മള് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ പോസിബിൾ ആകുന്നത് നമ്മളുടെ കുട്ടികളെ കുറിച്ചിട്ട് പാരന്റ്സും ടീച്ചേഴ്സിനും റൈറ്റ് ആയിട്ടുള്ള അസംഷൻസ് വേണം. അതിലൂടെ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മളുടെ ഈ കുട്ടികള് ഈ അഡൾട്ട് ആകുന്നതിന് മുമ്പ് കുട്ടികൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജേണി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡ്ഹുഡ് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടൈമാണ്. അവരവരുടെ ചുറ്റുപാടും നമ്മൾ പറയില്ലേ, നമുക്ക് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് എന്താ പറയാ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് എന്ത്, അവരുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അവരുടെ ചുറ്റുപാടും. അതും എന്ത് ചെയ്യുന്നുണ്ട്, അവര് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കാര്യങ്ങൾ വായിക്കോ? While society had often inclined to focus on adult എന്ന് പറയുന്ന പാരഗ്രാഫ്. ഞാൻ വായിക്കട്ടെ. While society had often inclined to focus on the adult, Montessori believed that as the adult came into being from the child through the years of hard work, patience, care, study, and practice, centered on the protection of children's rights and welfare, would be the key to progress in society. However, Montessori observed that education simply was not good enough unless parents and teachers had the right assumptions about the children. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഞാൻ എടുത്തത് അതല്ല, ഞാൻ പ്രാക്ടിക്കൽ മെറ്റീരിയൽസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ് നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കാം. ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കണം കേട്ടോ, കാരണം ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാനാണ് ചെക്ക് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൽഫബറ്റ് ചാർട്ടോ? ചാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ ചാർട്ട് ചെയ്തിട്ടുണ്ടോ? നമ്പർ ചാർട്ട് അല്ലെങ്കിൽ നമ്പർ വീല് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം ചെയ്തിട്ടുണ്ടോ? ഫ്രെയിം മോണ്ടിസോറി ഓക്കെ. ഫ്രെയിം എന്ന് പറയുന്നത് കാണിച്ചു ഫ്രെയിം ചെയ്തിട്ടില്ല. പിൻ കവർ ചെയ്യാൻ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. കാരണം വൈവയുടെ ടൈം ആകുമ്പോൾ ലാസ്റ്റ് ഹാൻഡിൽ പോയി ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഓരോന്ന് ചെയ്യുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കളറിംഗ് ബോക്സ് ചെയ്തിട്ടുണ്ടോ? ടാബ്ലറ്റ് ആണോ മാം? കളർ ടാബ്ലറ്റ്സ്, കളർ ടാബ്ലറ്റ് ചെയ്തു മാം. കളറിംഗ് ബോക്സ് അല്ലെങ്കിൽ കളർ ടാബ്ലറ്റ്സ് അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ചോദിച്ച ഡ്രസ്സിംഗ് ഫ്രെയിം ആണോ? ഡ്രസ്സിംഗ് ഫ്രെയിം
അത് അത് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടില്ല. കുറച്ച് പേര് ചെയ്യാനുണ്ട്. ചെയ്തു ma'am. ഓക്കെ ഓക്കെ. അതാണ് മാം ഫ്രെയിം എന്ന് പറഞ്ഞത്. അതാണ് ഫ്രെയിം എന്ന് പറഞ്ഞേട്ടാ. ഡ്രസ്സിംഗ് ചെയ്തതാണ്. ഫ്രെയിം, ഹുക്ക് ഫ്രെയിം, ബെൽറ്റ്, വെൽക്രോ. ഓക്കെ, അത് then ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബീഡ്സ് സ്റ്റെയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ബീഡ്സിന്റെ സ്റ്റെയർ ഓക്കെ കംപ്ലീറ്റ് ആണ്. സ്ട്രിങ് ആണ് മാം, സ്റ്റെയർ ചെയ്തിട്ടില്ല, സ്ട്രിങ് ആണ്. സ്ട്രിങ് ആണ് ചെയ്തിരിക്കുന്നത്. സ്ട്രിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറെ ബീഡ്സുകൾ 1 മുതൽ 10 വരെയുള്ള ബീഡ്സുകൾ. അത് മൊത്തം വെച്ച് ചെയ്യത്തില്ല, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആണോ? ഞാൻ ഈ പറയുന്നത് ബീഡ്സ് സ്റ്റെയർ ആണ്. സ്റ്റെയർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ട്രയാങ്കുലർ ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ, 1 മുതൽ 10 വരെ വരും. 1 മുതൽ 10 വരെ വരും. ഇങ്ങനെ ഒരു സംഭവം ഇത് ചെയ്ത് മാം. മറ്റേ ഓരോ മുത്ത് 2 മുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആണ്. ഷേപ്സിന്റെ ചാർട്ട് ചെയ്തിട്ടുണ്ടോ? ജോമെട്രിക്കൽ സോളിഡ്സ് ചെയ്തിട്ടില്ല? ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താ ഡൗട്ട് ക്ലിയർ ചെയ്താണ്. മെറ്റീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് കേട്ടോ. സെൻസ് ഓർഗൻസിന്റെ ഫ്ലാഷ് കാർഡ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചാർട്ടിൽ ചെയ്തിട്ടുണ്ട് മാം. സെൻസ് ഓർഗൻസിന്റെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയും ഉള്ളൂ. ബാക്കി സ്നേക്കിന്റെ അതൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആദ്രാൻസോ പെൻസിൽ ട്രീ ഒക്കെ ജിഷ മാം ഉണ്ടായിരുന്നു. ആണ് ജിഷാൻസ്. സോ വർക്കൊക്കെ കംപ്ലീറ്റ് ആണ് ഏകദേശം അല്ലെ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ടോപ്പിക് കവർ ചെയ്യാം കേട്ടോ. കുഴപ്പമില്ലാതെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലേ? ആദ്യമായിട്ട് കയറിയതുകൊണ്ടുള്ള പേടിയാണ് എനിക്ക്. ക്യാച്ച് ചെയ്യാൻ ഡൗട്ട് ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് പ്രയറും സൈനിങ്ങും തോട്ട് ഓഫ് ദ ഡേയും പിന്നെ സൈൻ ഔട്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് അപർണ എന്നാണ് കേട്ടോ. ഓക്കെ, അപർണ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.